കണ്ണൂരിലെ യുവ വ്യവസായിയാണ് തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആ കേസിലെ പ്രതി അനൂപ് വീണ്ടും അറസ്റ്റിലായിട്ടുണ്ട്. കോടതിയെ കബളിപ്പിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ബാറിൽ മദ്യപാന ആഘോഷം നടത്തിയതിനെ തുടർന്നാണ് നടപടി. ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് പറഞ്ഞാണ് ഇയാൾ ജാമ്യം നേടിയത്. ജാമ്യത്തിൽ ഇറങ്ങി മണിക്കൂറുകൾക്കകമായിരുന്നു ബാറിലെ ആഘോഷം. കേസിൽ പ്രതികളെ പോലീസ് സഹായിച്ചു എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് യഥാർത്ഥ തോക്കിന് പകരം എയർ ഗൺ ആണ് എന്നാണ് ആക്ഷേപം. അനൂപിന്റെ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ആണ് സ്പോട്ട് ലൈവിൽ ആദ്യം ചേരുന്നത്. ശരണ്യ, ആദ്യം ഈ പ്രതി ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം നടത്തിയ ആഘോഷ പരിപാടികളുടെ വിശദാംശങ്ങൾ എന്താണ്? അഭിലാഷ്, ആദ്യഘട്ടം മുതൽ തന്നെ അട്ടിമറി ശ്രമം നടക്കുന്ന ഒരു കേസാണ് കണ്ണൂരിൽ നിന്നുള്ള യുവ വ്യവസായിയെ ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച വധശ്രമ കേസ്. ഈ കേസിലാണ് ഇപ്പോൾ നിർണായകമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം ഈ പ്രതിയായ, അതായത് കേസിലെ ഒന്നാം പ്രതിയായ അനൂപ് ജാമ്യത്തിലിറങ്ങിയിരുന്നു. ആ ജാമ്യ വ്യവസ്ഥയിൽ പ്രധാനമായി കാട്ടിയിരുന്നത് ഒന്ന്, അനൂപിന് ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ട് തന്നെ അനൂപിന് പ്രധാനമായും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് ജാമ്യം നൽകണം എന്നുള്ളതാണ്. രണ്ട്, കേസിൽ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പോലീസിനും ഒരുപോലെ വീഴ്ച വന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ കേസിൽ അനൂപിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ തോക്ക് എയർഗൺ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആംസ് ആക്ട് പോലെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ കഴിയാതെ നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി പോലീസിന് ഈ കേസ്, വധശ്രമ കേസാണ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ കേസിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കേണ്ടതായി വന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ട് കോടതി പ്രതിക്ക് ജാമ്യം നൽകി. മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടിയാണ് അനൂപ് ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി അടുത്ത കേസിൽ അനൂപ് വീണ്ടും അറസ്റ്റിലായി എന്നുള്ളതാണ്. ഈ അനൂപിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇതിനു മുമ്പും മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായി അനൂപിന് വലിയ തോതിൽ പണം ഉണ്ടാവുകയും വലിയ ആഡംബര കാറുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വലിയ കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതായുണ്ട് ഈ സംഭവം നടക്കുന്നത്. അതായത് ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് പറഞ്ഞ് ജാമ്യം നേടിയ പ്രതി ആലപ്പുഴ ചേർത്തലയിലെ ബാറിൽ ഇന്നലെ രാത്രി മദ്യപാന ആഘോഷം സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ജാമ്യം ലഭ്യമായതിനു ശേഷം നടത്തിയ ആഘോഷത്തിൽ അനൂപിനൊപ്പം ഈ കേസിൽ ഇതിനു മുമ്പും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അനൂപിനെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ചേർത്തല പോലീസ് ഇന്നലെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി. ഒപ്പം തന്നെ അനൂപിനൊപ്പം ഉണ്ടായിരുന്ന സാജു, ബോബി, ഒപ്പം തന്നെ ബിനീഷ് എന്നിവരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ സാജുവിനെ ആദ്യഘട്ടത്തിൽ, അതായത് ഈ കേസിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗമെന്ന് പറയുന്നത് കഞ്ഞിക്കുഴിയിലെ CPM നേതാക്കന്മാരുടെ ബിനാമികളാണ് ഈ പ്രതി ചേർക്കപ്പെട്ട പ്രതികൾ എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. അങ്ങനെ ഒരു ശക്തമായ ആരോപണം നിലനിൽക്കുമ്പോഴാണ് കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെയും ഒപ്പം തന്നെ കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി വിളിക്കുന്നത്. ചോദ്യം ചെയ്യുന്നതിന് നമുക്കറിയാം, ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണിവർ. പ്രത്യേകിച്ച് ഇവരെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിക്കുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായ ചില രേഖകൾ ലഭ്യമായിരുന്നു. അതായത് ഈ കേസിൽ പ്രധാനമായും പ്രതികളുമായി അനൂപുമായും മനോജുമായി, ഈ രണ്ടാം പ്രതി ഇതുവരെ കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അനൂപുമായും മനോജുമായും രാധാകൃഷ്ണനും ഹെബിൻ ദാസും ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ CDR രേഖകളടക്കം പോലീസ് ലഭ്യമാവുകയും കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറിയെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പോലീസിന്റെ സഹായം, ഒപ്പം തന്നെ ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കന്മാരുടെ സഹായം കൃത്യമായി പ്രതികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ കേസ് കോടതിയിലേക്ക് എത്തുകയും പ്രതിക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഈ ജാമ്യം ലഭ്യമാകുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം തന്നെ നാളെ പ്രതിക്ക് ജാമ്യം കിട്ടും എന്നുള്ള രീതിയിൽ വ്യാപകമായൊരു പ്രചാരണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. വളരെ കൂളായി വന്ന് ജാമ്യം എടുത്ത് പ്രതി പോവുകയും ചെയ്തു. പ്രോസിക്യൂഷന് കാര്യമായി ഈ കേസിൽ ഒന്നും തന്നെ പറയാൻ കോടതിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേസിന്റെ അട്ടിമറി ശ്രമത്തിന്റെ ഒരു ഭാഗം കോടതിയിലേക്കും എത്തിയെന്നുള്ളതാണ്.
കോടതിയിൽ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറഞ്ഞ് ജാമ്യം നേടിയ ഒരു പ്രതി കോടതിയെ കൂടി കബളിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തലയിലെ ബാറിൽ മദ്യപാന ആഘോഷം സംഘടിപ്പിച്ചതെന്നുള്ളതാണ്. ആരോഗ്യസ്ഥിതിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ചികിത്സയ്ക്കുമല്ല പോയത്, മറിച്ച് പോയത് ബാറിലേക്കാണ്. ബാറിൽ ഈ കേസിൽ പോലീസ് ഇപ്പോഴും സംശയിക്കുന്ന ചില ആളുകളുമായി ചേർന്നുള്ള ആഘോഷമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ പ്രധാനമായി ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്ന ബിനീഷ് എന്നയാളെ പട്ടണക്കാട് പോലീസ് ഈ കേസിൽ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാൾക്കും മദ്യപിച്ച് വാഹനം ഓടിച്ചതടക്കമുള്ള കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കേസിലെ തോക്ക് കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ രണ്ടാം പ്രതിയായ മനോജ് പലരോടും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒന്നാം പ്രതിയായ അനൂപാണ് ഇത്തരത്തിൽ എറണാകുളത്ത് നിന്ന് തോക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇതിൽ നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേസിലെ പരാതിക്കാരനായ യുവ അഭിഭാഷകൻ അയാൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അതായത് തന്നെ പോലീസ് കാണിച്ച തോക്ക് തനിക്ക് നേരെ ചൂണ്ടിയ തോക്കല്ല എന്നുള്ളതാണ്. അതിന്റെ അടയാളങ്ങൾ സഹിതം അയാൾ പറഞ്ഞു അത് ഒറിജിനൽ തോക്കാണ്. മാത്രമല്ല അത് ചൂണ്ടിയത് ഇപ്പോൾ പോലീസ് തന്നെ കാണിച്ചിരിക്കുന്നത് ഒരു പഴയ എയർഗൺ ആണ്, അതല്ല തനിക്ക് നേരെ ചൂണ്ടിയത് എന്നുള്ളതാണ്. പക്ഷേ നടു റോട്ടിൽ ഇത്തരത്തിൽ ഒരു യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലേക്ക് പോയ കേസിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും പണമിടപാടുകൾ തന്നെയാണ്. അതിൽ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, പോലീസിന് ബന്ധങ്ങളുണ്ട്. മാത്രമല്ല ഈ അനൂപിനെ പോലൊരാൾക്ക് ജാമ്യത്തിലിറങ്ങുമ്പോൾ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജാമ്യത്തിലിറങ്ങി നേരെ ബാറിലേക്ക് പോയി. ബാറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത് തുറന്ന ഒരു ഇടങ്ങളിൽ ഉള്ളതാണ്. അങ്ങനെ നമ്മുടെ നിയമ സംവിധാനങ്ങളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള വലിയ ആഘോഷങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുവെങ്കിൽ അതിന് കാരണം ഈ കൂട്ടുകെട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഇവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അഭിലാഷ് നമ്മൾ ഇതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ട്. ഈ അനൂപിന്റേതാണെങ്കിലും മനോജിന്റേതാണെങ്കിലും അത്ര വലിയൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളല്ല ഇവർ. പക്ഷെ ഇവർക്ക് കുറച്ചു നാളുകളായി ഇവരുടെ വളർച്ച എന്ന് പറയുന്നത് വലിയ വളർച്ചയാണ്. പ്രധാനമായും ഈ കണ്ണൂരിലെ വ്യവസായിയായ അഭിഷേക് പരാതി നൽകിയിരിക്കുന്നത് തന്നെ 3 കോടി രൂപയോളം പറ്റിച്ചു എന്നുള്ളതാണ്. അതായത് താനുമായി ഈ കരാറിന്റെ ഒക്കെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം. പാലക്കാട് ഡാമിൽ നിന്ന് മണ്ണെടുക്കുന്നതിന് വേണ്ടിയാണ് കരാറിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. ആ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ കണ്ണൂരിലെ വ്യവസായിയും ഒപ്പം തന്നെ കരാറിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ആള് എന്ന് പറയുന്നത് ഈ മുഖ്യ പ്രതിയായ അനൂപിന്റെ ഭാര്യയാണ്. ഇത്തരത്തിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ പണത്തിൽ ഈ കരാറിൽ ഏർപ്പെടാനും മാത്രമുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഈ അനൂപിന് എവിടെ നിന്ന് ലഭ്യമായി? അതാണ് നമ്മൾ പറയുന്ന പ്രധാന ആരോപണം. അതായത് അനൂപിനും മനോജിനും ഇത്തരം ഒരു കരാറിലേക്ക് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയിൽ പിന്നിൽ ആളുണ്ട് എന്നുള്ളതാണ്. ആ പിന്നിൽ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചില CDR രേഖകൾ പോലീസിൽ ലഭ്യമാവുകയും കഞ്ഞിക്കുഴിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിനെയും ഒപ്പം തന്നെ രാധാകൃഷ്ണൻ ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെയും പോലീസ് ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോഴും CPM നേതാക്കന്മാർക്ക് കൃത്യമായി പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഹെബിൻദാസ് പോലീസ് നൽകിയ വിവരം ഏരിയ സെക്രട്ടറി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പ്രതികളെ ബന്ധപ്പെട്ടതെന്നാണ്. പക്ഷേ ഏരിയ സെക്രട്ടറി നൽകിയിട്ടുള്ള വിവരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഈ അഭിഷേകിനെ ഈ സംഭവം ഉണ്ടായി ആദ്യം വിളിക്കുന്നതിൽ ഒരാൾ CPMന്റെ കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറിയാണ്. അഭിഷേക് കൃത്യമായി പറയുന്നുണ്ട് പ്രതിയായ അനൂപ് തന്നെ കൊണ്ടുപോയി കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. തന്നെ പരിചയപ്പെടുത്തി. അനൂപും കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനുമായി അടുത്ത സൗഹൃദമാണ് എന്ന് വ്യക്തമായി അഭിഷേക് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് നമ്മളോടടക്കം അഭിഷേക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ നേതാക്കന്മാർക്കും ഈ കേസിലെ പ്രതികൾക്കും തമ്മിലുള്ള ബന്ധം എന്നത് വ്യക്തമാക്കേണ്ടത് എന്തായാലും പൊതുസമൂഹത്തിൽ അത് വ്യക്തമാക്കേണ്ടതായുണ്ട്. പക്ഷേ CPM നേതൃത്വം ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. പ്രത്യേകിച്ച് CPMന്റെ ജില്ലാ സെക്രട്ടറിയായ R നാസർ അടക്കമുള്ള ആളുകളുടെ പിന്തുണ ഇതിനകത്ത് കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ചുള്ള ഈ സംഘത്തിന്, പ്രത്യേകിച്ച് പാർട്ടിയിലെ തന്നെ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. CPMനകത്ത് തോക്ക് വിവാദം വലിയ തോതിൽ കത്തിപ്പടരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ചു കാലയളവിലായി കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കുണ്ടായ സാമ്പത്തിക വളർച്ചയാണ് പ്രധാനമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഒരു സാമ്പത്തിക വളർച്ചയിൽ ഈ പിടിക്കപ്പെട്ട ആളുകൾ, അതായത് ഈ കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ വെറും ഒരു പുകമറ മാത്രമാണെന്നും ഇതിന് പിന്നിലേക്ക് കൃത്യമായി നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നുമുള്ള ഒരു ആരോപണം, ആ ആരോപണത്തിന് ശക്തി പകരുന്ന രീതിയിലായിരുന്നു കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറിയെയും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ പരിമിതികളുണ്ട്. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെയാണ് അവർ ഈ കേസിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതി ചേർക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ മുകളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി ഈ കേസിലെ പോലീസിന്റെ ഇടപെടൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ആ യുവ വ്യവസായി ഇവിടെ നിന്ന് വാഹനം തോക്ക് ഉപയോഗിച്ച് വാഹനം അടിച്ചു പൊളിക്കുകയും തോക്ക് നേരെ ദേശീയപാതയിൽ ചൂണ്ടുകയുമാണ് ചെയ്തത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ വ്യവസായി നേരെ ചെല്ലുന്നത് കായംകുളം പോലീസ് സ്റ്റേഷനിലാണ്. കായംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ആ വ്യവസായിയോട് പറയുന്നത് നിങ്ങൾ മാരാരിക്കുളം പോലീസിനെ ബന്ധപ്പെടാൻ. മാരാരിക്കുളം പോലീസിൽ ബന്ധപ്പെട്ട ഈ അന്വേഷണ സംഘം പറയുന്നു, മാരാരിക്കുളം പോലീസ് ഇവരോട് വ്യക്തമാക്കുന്നത് പ്രതി അനൂപും ഒപ്പം തന്നെ മനോജുമാണെങ്കിൽ നിങ്ങൾ വിട്ടുപോകുന്നതാണ് നല്ലത്, അവർ കുഴപ്പക്കാരാണെന്നുള്ള ഉപദേശം നൽകി ആ കേസ് ഒതുക്കി തീർക്കാനും ആ വ്യവസായിയെ ഭീഷണിപ്പെടുത്താനുമാണ് അന്വേഷണ സംഘം തീരുമാനിച്ചത്. അതായത് ഒരു പരാതിക്കാരൻ തന്റെ സ്വത്തിന് ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ആ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയവന്റെ പശ്ചാത്തലം നോക്കിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവിടെയാണല്ലോ ഈ പോലീസും ഗുണ്ടകളും രാഷ്ട്രീയക്കാരും ഒക്കെ തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ ശരണ്യ, ഇതിന് പിന്നിൽ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടെങ്കിൽ അതൊന്നും പരസ്യമായി സമ്മതിക്കാൻ പൊതുവെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊന്നും തയ്യാറാകില്ല. പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം പുറത്തു വരുമ്പോൾ എങ്കിലും ഈ രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയങ്ങളെ ഗൗരവത്തോടെ കാണാറുണ്ടോ? എന്താണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ? ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ഇത്തരം ഗുണ്ടകളെ വളർത്തുന്നതിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. എങ്കിലും രാഷ്ട്രീയ എതിരാളികളെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ശബ്ദിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇതിനകത്ത് അഭിലാഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന്റെ ഒരു ഇടപെടലാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ കേസ് മാരാരിക്കുളം പോലീസിൽ നിന്നും പട്ടണക്കാട് SHO സനലിലേക്ക് അന്വേഷണം എത്തിയതെന്ന് പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ച ആ യുവ വ്യവസായി കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമായ വിവരം മറുപടി ഇതാണ്. തുടർന്ന് താൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കണ്ണൂരിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഈ കേസ് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ തനിക്ക് പറ്റിയതെന്ന് ആ യുവ വ്യവസായി നമ്മളോട് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസിൽ നിന്നും ഇത് മാരാരിക്കുളം സ്റ്റേഷനിൽ വീഴ്ച വന്നു എന്ന് പറയുന്നു. പക്ഷെ ആർക്കെതിരെ നടപടി ഉണ്ടായി? അതായത് ഈ കേസ് പരസ്യമായി മറ്റൊരു അന്വേഷണ സംഘത്തിലേക്ക് കൈമാറുമ്പോൾ അതിലൊരു കുറവുണ്ടായിട്ടുണ്ട്, അതിലൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തിൽ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ഈ ജില്ലാ പോലീസ് മേധാവിക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസ് അവർ അന്വേഷിക്കാൻ മുതിരുമ്പോൾ പോലും തനിക്ക് കീഴിൽ മാരാരിക്കുളം പോലീസിന് വീഴ്ച ഉണ്ടായ സംഭവത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന് ഇതുവരെ ഒരു മറുപടി നൽകാനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട്? അത് ഭരണത്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. മാരാരിക്കുളം സ്റ്റേഷനും കഞ്ഞിക്കുഴി പാർട്ടിയും കഞ്ഞിക്കുഴിയിലെ നേതാക്കന്മാരെയും കേന്ദ്രീകരിച്ച് ഇതിനു മുമ്പും ധാരാളം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേസ് ഒത്തുതീർപ്പാക്കുന്നു, അക്രമ സംഭവങ്ങൾ അനാവശ്യമായി ഇടപെടൽ പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ സംഭവങ്ങൾ അതിന് വഴങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേഷൻ എന്ന കുപ്രസിദ്ധിയുള്ള ഒരു സ്റ്റേഷനാണ് മാരാരിക്കുളം സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ ആ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയെടുത്തു? 2, ഈ കേസിനകത്ത് ഈ പ്രതിയുടെ, അതായത് അഭിഷേക് എന്ന ആ വ്യവസായിയുടെ പോർഷെ കാറ് ഈ പ്രതിയുടെ പ്രതി അനധികൃതമായാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്, പരാതി നൽകിയിട്ടുള്ളത്. ആ കാർ അന്വേഷിച്ച് പോലീസ് ചെല്ലുമ്പോൾ ഈ കാർ മൂന്നാമതായി കൈവശം വെച്ചിരുന്നത് വിനീത് എന്ന ഒരു മുഹമ്മയിലെ സിവിൽ പോലീസ് ഓഫീസറുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിനീതിനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിനീതിനെതിരെ എന്ത് നടപടി ഉണ്ടായി? അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പോലീസും ഭരിക്കുന്നവരും ഗുണ്ടാ മാഫിയയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആലപ്പുഴയിലെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കേസെന്ന് നമുക്ക് കൃത്യമായി പറയാനാകും. അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിലും നടപടി ഉണ്ടായിട്ടുണ്ട്. കേസ് മാറ്റുന്നു, വേറൊരു അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുന്നു. എന്നാൽ കേസ് മാറ്റാനുള്ള സാഹചര്യം എന്താണ്? വീഴ്ച വന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി എടുത്തു?
ഇതിനകത്തൊന്നും ഒരു മറുപടിയില്ല. മാത്രമല്ല CPM പ്രത്യേകിച്ച് വളരെയധികം കേഡ സ്വഭാവത്തോടുകൂടി ഉള്ള ഒരു പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ് CPM. ആലപ്പുഴയിലെ CPM നേതാക്കന്മാർക്ക് പോലീസ് ഇത്തരം ഒരു വിവാദ കേസിൽ ചോദ്യം ചെയ്യാനായി വിളിച്ചതിന് ശേഷം അതിനകത്ത് മാതൃകാപരമായി എന്ത് നടപടിയാണ് CPM നേതൃത്വം എടുത്തത് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ഇതുവരെ ആലപ്പുഴയിലെ CPM നേതൃത്വം മൗനം പാലിക്കുകയാണ്. വെറുമൊരു കേസല്ല, ഒരു വ്യവസായ സംരംഭം നടത്തുന്നതിനായി ആലപ്പുഴയിലെത്തിയ ഒരു വ്യവസായിയെ തോക്കു ചൂണ്ടി നടു റോട്ടിൽ കൊലവിളി നടത്തിയ സംഭവത്തിനകത്താണ് പാർട്ടി നേതാക്കന്മാരായ രാധാകൃഷ്ണനെയും ഹെബിൻദാസിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തിയത്. ആ CDR രേഖകൾ കൃത്യമായി ഇവരുമായി ബന്ധപ്പെട്ട കോൾ ഡീറ്റെയിൽസ് ഉണ്ട്. എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ നമുക്ക് നടപടിയെടുക്കാത്തിടത്തോളം പറയാൻ കഴിയൂ. ഇവർ എല്ലാവരും ചേർന്നുള്ള കൂട്ടുകച്ചവടമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 2 വർഷക്കാലം 2 ടേമുകളായുള്ള ഭരണത്തിന്റെ തണലിൽ ഇവർക്കുണ്ടായ സാമ്പത്തിക സ്രോതസ് അടക്കം പാർട്ടി അന്വേഷിക്കേണ്ടതായുണ്ട്. അന്വേഷണ സംഘം അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിവിധ കമ്പനികളുടെ ഡയറക്ടറായി റിയൽ എസ്റ്റേറ്റിന്റെയും ഒപ്പം തന്നെ ഇത്തരത്തിൽ കൺസ്ട്രക്ഷന്റെയും ഡയറക്ടറായി സ്വകാര്യ കമ്പനിയുടെ ഡയറക്ടറായി അടക്കം ഈ പാർട്ടിയുടെ ഏരിയ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു കമ്പനിയുടെ ഡയറക്ടർഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഏരിയ സെക്രട്ടറിയായി മുന്നോട്ട് പോകാൻ കഴിയുന്നതടക്കമുള്ള ചോദ്യങ്ങൾ CPMന്റെ മുന്നിൽ വാളായി തന്നെ നിൽക്കുകയാണ്. ഇത് നമുക്കറിയാം. ഇതിനു മുമ്പ് ലഹരിക്കടത്തടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായ ഒരു ജില്ലയാണ്. അവിടെയും ഗതികെട്ട് അവസാനം നടപടിയെടുക്കേണ്ടി വന്ന പാർട്ടി നേതൃത്വം ഇവിടെ ഒരു വിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് കൈക്കൊള്ളുന്നത്. അതിൽ CPM ജില്ലാ തീർച്ചയായും ആലപ്പുഴയിൽ വെച്ചായിരുന്നു യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നത്. അതിൽ ആ ചൂണ്ടിയ തോക്കല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ, ഒപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് പ്രതി ജാമ്യത്തിലിറങ്ങുമ്പോൾ അദ്ദേഹം പിന്നീട് ബാറിൽ പോയി മദ്യസൽക്കാരം നടത്തുമ്പോൾ ഒക്കെ എവിടെ നിന്നാണ് ഈ പ്രതികൾക്ക് ഇത്രയധികം ആത്മവിശ്വാസം ലഭിക്കുന്നത്? നിയമ സംവിധാനങ്ങളെ എങ്ങനെയാണ് നോക്കുകുത്തിയാക്കാൻ സാധിക്കുന്നത്? പോലീസ് എങ്ങനെ ഈ പ്രതികൾക്ക് ഒത്താശ നൽകുന്നു? ചോദ്യങ്ങൾ നിരവധിയാണ്. ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ തന്നെ ആവശ്യമാണ്. അത് കണ്ടെത്തുന്നതുവരെ തീർച്ചയായും ന്യൂസ് 18 ഇത്തരം വാർത്തകൾ തുടരുക തന്നെ ചെയ്യും. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.